നമസ്കാരം. ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തികകാൽ ഉൾപ്പെടുന്ന മേടം രാശി. സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന സമയമാണ്. കാരണം നമ്മുടേതായിട്ടുള്ള അഭിപ്രായം, നമ്മുടേതായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ വൃഥാവിലാവുന്ന അവസ്ഥ. നമ്മളോടൊപ്പം നിൽക്കും, സഹകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവരെ അവിചാരിതമായിട്ട് അപ്രതീക്ഷിതമായിട്ട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇത് ശത്രുഭാവത്തിൽ നിന്നുണ്ടാകുന്ന പ്രഷറും സ്വാധീനവുമാണ്. അപ്പം ഇതിനെ മറികടക്കേണ്ടതുണ്ട്. രണ്ട്, പരീക്ഷാവേളകളിൽ ടെൻഷൻ, അസ്വസ്ഥത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് 10ാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ള വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സംബന്ധിച്ചോളം ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ, അത് മാറണം. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും നല്ല മേഖലയിലേക്ക് വിജയത്തോടു കൂടി പോകുമ്പോഴത്തേക്ക് ലോസ് നമുക്ക് വരാൻ പാടില്ല. നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഡെസ്റ്റിനി അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം. പലതരത്തിലുള്ള ദുസ്വാധീനങ്ങൾ നമ്മളെ ബാധിക്കും. നിന്നെ കൊണ്ടതിന് പറ്റില്ല, മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഇവിടെ വീട്ടിൽ രക്ഷകർത്താക്കൾ ഉൾപ്പെടെ പ്രതീക്ഷയ്ക്ക്, പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഉൾപ്പെടെ പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു പെർഫോമൻസ്, നമ്മളെ കണ്ടുള്ള കഴിവ്, യോഗ്യത എല്ലാം അനുസരിച്ചിട്ട് ദൈവാധീനത്തോടു കൂടി നടക്കേണ്ടത് വീണ്ടും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മൂന്നാമത്, തിരുവാതിര, ചതയം, ഉത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ. തിരുവാതിര, ചോതി, ചതയം അത് ഘടന, പാപത്വം എന്നിവ നല്ല രീതിയിൽ ചേർച്ചയുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് മംഗല്യഭാഗ്യയോഗം മാത്രമല്ല, സന്താന ഭാഗ്യയോഗത്തിൽ അത് ഡിലേ, താമസം വരാനുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം ഈ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഈ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ ദൂരീകരിച്ച് മുന്നേറി പോവാൻ, പഠിത്തത്തിലായിരുന്നാലും സംഘടനാപരമായിട്ടുള്ള കാര്യത്തിലായാലും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും ശരി തന്നെ, വിഘ്നേശ്വരന് വിഘ്നങ്ങൾ മാറാൻ കറുകമാല 11 ദിവസം ചാർത്തി 11ാമത്തെ ദിവസം പുഷ്പാഞ്ജലിയും ഗണപതി ഹോമവും ഭഗവാന് ചെയ്ത് നാളികേരം ഉടയ്ക്കുന്നത് വളരെ ശുഭകരമായിരിക്കും. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തര, ഇടവം രാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയുണ്ട്. ഇവിടെ ബന്ധുവഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ നമ്മളെയും ഗൃഹത്തെയും നമ്മുടെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെയും, തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് ബാധിക്കുന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഓരോരോ തരത്തിലുള്ള നഷ്ടങ്ങളും കോട്ടങ്ങളും പ്രശ്നങ്ങളും നേരിടേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ, കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം തട്ടിമാറി പോയി എന്നുള്ള ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ കാര്യങ്ങൾ നടക്കാത്തതിൻ്റെ വാശിയും വൈരാഗ്യം നമ്മളിൽ എതിർക്കാനായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ കരുതിയേ പറ്റൂ. മഹാസുദർശന കവചന്റെ മന്ത്രം ദേഹരക്ഷയായിട്ടോ അല്ലെങ്കിൽ സുദർശന ചക്രമായിട്ടോ ഗൃഹത്തിൽ വെച്ച് പൂജിക്കുക, അല്ലെങ്കിൽ സാമീപ്യം ഉണ്ടായിരിക്കുക. ഈ വക പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കാതെ മുന്നോട്ട് പോകാനുള്ള വഴി അനുകൂലമാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, കൊടുക്കലോ വാങ്ങലോ എന്തെങ്കിലും ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് വരുന്ന 1.5-2 മാസത്തിനകത്ത്.
ചില വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ അയൽപക്കന്മാരെ തൊട്ടടുത്തുള്ള ചില ആൾക്കാരുടെയൊക്കെ തടസ്സപ്പെടുത്തലുകളാണ് ഒരു ഭാഗത്ത് കാണുന്നതെങ്കിൽ സമയദോഷവും നമുക്ക് മാറേണ്ടതുണ്ട്. ഇവിടെ ശിവഭഗവാന് 5 തിങ്കളാഴ്ചയെങ്കിലും ജലധാര കൊടുത്ത് 5ാമത്തെ തിങ്കളാഴ്ച ഭഗവാന് ഉപചാര സമർപ്പണം ചെയ്ത് സഹസ്രനാമ പുഷ്പാഞ്ജലി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. മകയിരത്തര, തിരുവാതിര, പുണർതത്തിൽ മുക്കാൽ, മിഥുനരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഗൃഹത്തിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകണം. കാരണം മറ്റെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നു, പക്ഷേ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകുന്നില്ല. ഇതിൻ്റെ വാസ്തുദോഷം ഉണ്ടെങ്കിൽ പരിഹരിച്ചു പോകണം. ഇവിടെ വാസ്തുബലി അല്ലെങ്കിൽ വാസ്തു ഉപചാര പ്രസന്ന പൂജ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ള അനുകൂല സ്ഥിതി നമുക്കുണ്ടാകാൻ ദൈവാധീനം സഹായിക്കും. വാസ്തുപൂജ അല്ലെങ്കിൽ വാസ്തുബലി ഇവ ചെയ്ത് പഞ്ചശിരസ് സ്ഥാപിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം. കുടുംബ പിതൃക്കളുടെ ചില ശാപപാപ ബന്ധനങ്ങൾ, പൂർവികമായിട്ടുള്ള കുടുംബ പിതൃക്കളുടെ ശാപപാപ ബന്ധനങ്ങൾ എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. എന്തെങ്കിലും കുറവോ അല്ലെങ്കിൽ നിവർത്തി സ്ഥാനത്ത് തൃപ്തിയോ വരാതെ രീതിയിൽ നിൽക്കുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിന് തിലഹോമം, എവിടെയാണെന്ന് വെച്ചാൽ തിലഹോമം, എള്ളുകൊണ്ടുള്ള ഹോമം ചെയ്ത് പാൽപ്പായസ നിവേദ്യം ചെയ്ത് വിഷ്ണുപാദ സമർപ്പണത്തിനുള്ളത് വേണ്ടത് ചെയ്താൽ ഉചിതമായിട്ടുള്ള സമയം. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശരിയായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സാമ്പത്തിക സഹായങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒടുക്കം നമ്മൾ ആ ബാധ്യത ഏറ്റെടുക്കാനും പലിശ കൊടുക്കേണ്ട സാഹചര്യം വന്നുകൂടായികയില്ല. വളരെ കരുതലും ശ്രദ്ധയും പ്രത്യേകിച്ച് വരുന്ന 1.5-2 മാസം ശ്രദ്ധിച്ചാൽ നമുക്ക് ഗുണകരമായിട്ട് വരും. പുണർതത്തിൽ കാൽ, പൂയം, ആയില്യം കർക്കിടക രാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട 2 പ്രേതാത്മാക്കളുടെ പോക്കുവരവ് അത് കുറച്ച് പഴക്കമുള്ളതാണ്. ഒരു കുഞ്ഞിൻ്റെ കന്നി, മുതിർന്ന ആളുടെ അത് നിവൃത്തി വരുത്തണം. പരിഹാര പ്രായശ്ചിത്തം ചെയ്ത് അത് നിവൃത്തി വരുത്തി അനുകൂലമാക്കി നിർത്തണം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. ലക്ഷ്മി നാരായണ പൂജ ചെയ്ത് ചതുർബാഹുവിലും ലക്ഷ്മീനാരായണ പ്രതിമയിലും ത്രിശുദ്ധി ചെയ്ത് സപ്തശുദ്ധിയും ചെയ്ത് വൈകുണ്ഠപാദ സമർപ്പണം, വിഷ്ണുപാദ സമർപ്പണം ചെയ്ത് തിലഹോമവും പാൽപ്പായസവും ചെയ്യുന്നത് ഉചിതമായിരിക്കും. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചോളം 2ാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം, ആദ്യത്തെ ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി, 2ാമത് നമുക്കൊരു ജീവിത പങ്കാളിയെ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയം. നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നല്ല ബന്ധം നടക്കാനും ജീവിതത്തിലൊരു സ്വസ്ഥതയും സമാധാനമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പക്ഷെ ആവശ്യം ആർക്കാണെന്നുള്ളതാണ്. ഒന്നും ഇങ്ങോട്ട് വന്ന് നമുക്ക് ചെയ്തു തരില്ല, യോജിക്കില്ല. നമ്മുടേതായിട്ടുള്ള താല്പര്യവും അന്വേഷണവും നമുക്കിതിൽ വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആവശ്യം നമ്മുടേതാണെന്ന് തിരിച്ചറിയുക. ഇവിടെ അഷ്ടനീരാഞ്ജനം ശാസ്താവിന്, അയ്യപ്പ ഭഗവാന് എള്ളുകിഴി നീരാഞ്ജനം 8 ശനിയാഴ്ച ചെയ്യുക. മറ്റു തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് ഈശ്വരാധീനത്താൽ ഗുണകരമായിട്ട് വരും. മകം, പൂരം, ഉത്രത്തെ കാല് ചിങ്ങരാശി. ഇവിടെ കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം, പാട്ടായിരുന്നാലും ഡാൻസ് ആയിരുന്നാലും ഡ്രോയിങ് ആയിരുന്നാലും സംഗീതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നാലും തിരക്കഥയായിരുന്നാലും നിർമ്മാണമായിരുന്നാലും പ്രൊഡക്റ്റായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നാലും ശരി തന്നെ, സംവിധാനമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരുന്നാലും ശരി തന്നെ, അത് വളരെ നല്ല 1-2 പ്രോജക്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിജയം നമുക്ക് അനുകൂലമായിട്ട് നമ്മുടെ ഓപ്പർച്യൂണിറ്റിയിൽ സക്സസ് ആവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിൽ അശ്രാന്ത പരിശ്രമം വേണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനസ്സും ശരീരവും എല്ലാം ഉറക്കം തന്നെ മാറ്റിവെച്ച് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയം സുനിശ്ചിതമാണ്, യാതൊരു സംശയമില്ല. ഉത്രത്തെ മുക്കാല്, അത്തം, ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്.
ആദേ പിതർമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദൃശോ യുയോധ. രുദ്രസൂക്തത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്, നമുക്ക് നമ്മുടേതായിട്ടുള്ള ലക്ഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് അടുപ്പിക്കാനും വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ്. അത് വീടിൻ്റെ മെയിൻ്റനൻസിൻ്റെ എന്നാലും, വാഹന സംബന്ധമായിട്ടുള്ള കാര്യം എന്നാലും, തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യം എന്നാലും, സാമ്പത്തികമായിട്ടുള്ള കാര്യം എന്നാലും ശരി തന്നെ, നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാതെ അശ്രാന്ത വിശ്രമ പരിശ്രമം എന്ന് പറയും, അത് ചെയ്യും. എന്നെ കൊണ്ട് പറ്റുമോ, നാളെ ആകട്ടെ എന്ന് മാറ്റിവെക്കുന്ന സ്വഭാവം പാടില്ല. ഇവിടെ ശിവഭഗവാന് 5 തിങ്കളാഴ്ച സൂക്താർച്ചന ചെയ്ത്, അതായത് രുദ്ര സൂക്താർച്ചന ചെയ്ത് 5ാമത്തെ തിങ്കളാഴ്ച ഭഗവാന് പാൽപ്പായസ നിവേദ്യം ചെയ്ത് ജലധാരയ്ക്കും കൊടുക്കുക, കാര്യങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും. കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, വ്യവഹാരം തന്നെ ഉണ്ടെങ്കിൽ, അത് ഒത്തുതീർപ്പിലേക്ക്, സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രപ്പോസലുകൾ, അനുകൂലമായിട്ടുള്ള പ്രപ്പോസലുകളെല്ലാം വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, നീണ്ടു പോകുന്നു. നമുക്ക് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന സ്വഭാവശുദ്ധിയുള്ള നല്ലൊരു ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്തേലും നിസ്സാര കാര്യങ്ങളാൽ പലതും ഒഴിവായി തട്ടിമാറി പോകുന്നു. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരുടെയും വിവാഹം കഴിഞ്ഞ് കുട്ടികളും വരെയായി, ഏജ് ഓവറായി വരുന്നു. ഈ തരത്തിലുള്ളവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. നല്ല പ്രപ്പോസൽ വരാനും അതിലൊന്ന് ഉറയ്ക്കാനും നടക്കാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. ചിത്തിരത്തര ചോതി വിശാഖത്തെ മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ 3 കാര്യങ്ങൾ വളരെ പ്രാധാന്യമായിട്ടും പറയണം. അതിലൊന്ന്, ഗൃഹത്തിൽ നിരന്തരം അസ്വാരസ്യ ഭാവുക ലക്ഷണങ്ങൾ, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, തൊണ്ടവേദന, തലവേദന, കൈവേദന, ഉപ്പൂറ്റി വേദന, മുട്ടുവേദന മാറി മാറി ഓരോരുത്തർക്കും വരുന്ന അവസ്ഥ, ദഹനത്തിനെ ബാധിക്കുന്ന പ്രശ്നം, ഉറക്കത്തിനെ ബാധിക്കുന്ന പ്രശ്നം, ടെൻഷൻ, അസ്വസ്ഥത, ഈ വക പ്രശ്നങ്ങളുള്ളവർക്ക് ചതുർദ്രവ്യങ്ങൾ ഒഴിഞ്ഞ് അഗ്നിയിൽ സമർപ്പിക്കണം. എള്ള്, കടുക്, കുരുമുളക്, നെയ്യ്, അഘോര കവചിത മന്ത്രം കൊണ്ട് അത് ഉപചാര സമർപ്പണം ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ സത്യം. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗൃഹത്തിൽ ചില നെഗറ്റീവ് ലക്ഷണങ്ങൾ, നിരന്തരം ചില്ല് പൊട്ടുക, പടത്തിൻ്റെയോ അലമാരുടെയോ മുഖം നോക്കണത്, അഗ്നി ദോഷം ഉണ്ടാകുക, തീമൂലം, കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് സ്വിച്ചിൻ്റെയോ വിളക്ക് കത്തിക്കുന്നിടത്തോ, അങ്ങനെയുള്ള ലക്ഷണക്കേടുകൾ കാണുന്നവരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അതിനുള്ള പ്രായശ്ചിത്തം, പരിഹാരം നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിന് പഞ്ചദ്രവ്യം, കടലാടി, അമൃത, എരുക്ക്, ചമര തുടങ്ങിയുള്ള പഞ്ചദ്രവ്യങ്ങൾ അത് ഗൃഹത്തിനെ ഒഴിഞ്ഞ് മഹാസുദർശന കവചിത മന്ത്രം ഉപചാരം ചെയ്ത് അഗ്നിയിൽ സമർപ്പിച്ച് മഹാസുദർശന കവചിത മന്ത്രം തന്നെ ഗൃഹത്തിൽ കന്നിമൂലയിൽ സ്ഥാപിക്കേണ്ടത് വളരെ നല്ല ഗുണം ചെയ്യും. ഈ വക അനാരോഗ്യ, അസ്വസ്ഥത, ശത്രുബന്ധന, ഭാവുക ശാപബന്ധന ദോഷങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്നും ഗൃഹത്തിൽ നിന്നും ഒഴിവായി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം ഗുണകരമായിട്ട് വരും. വിശാഖത്തേക്കാൾ അനിഴം തൃക്കേട്ട വൃശ്ചിക രാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം തന്നെയാണ് കാണുന്നത്. യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഗുരുവിൻ്റെ, ശുക്രൻ്റെ അല്ലെങ്കിൽ ബുധൻ്റെ കാലഹോര ചൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. പോകുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് നല്ല രീതിയിൽ വരും. പാർട്ട് ടൈം ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ബിസിനസ് ഏത് മേഖലയിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. പക്ഷേ പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും, ബിസിനസ്സിലായിരുന്നാലും മറ്റു വർക്കിലായിരുന്നാലും കൂട്ടുചേർന്നുള്ള ബിസിനസ്സിൽ ചില പ്രശ്നങ്ങളും സാഹചര്യങ്ങളും വന്നുകൂടായില്ല, തെറ്റിദ്ധാരണ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് സംസാരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്, ചില കാര്യങ്ങൾ ചിലരെ ഏൽപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യകതയാണ് ഈ വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് മുന്നിട്ട് നിൽക്കുന്നത്. ഇവിടെ മുരുക ഭഗവാനെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സഹസ്രനാമ പുഷ്പാഞ്ജലി 3 വെള്ളിയാഴ്ച ചെയ്യാം. ഈ സമയദോഷബന്ധിത ശാപം നമുക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം അനുകൂലമാകും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാല് ധനു രാശി ഗുണകരമായിട്ടുള്ള ഈശ്വരാധീനം തന്നെയാണ് കാണുന്നത്.
ആത്മനെ അന്തരാത്മനെ ക്രിയാത്മനെ ജ്ഞാനാത്മനെ സർവാത്മനെ ഭാവാത്മനെ യോഗാത്മനെ കർമാത്മനെ. ആത്മാവും കർമ്മവും യോഗവും സമത്വവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വേളകൾ ഉണ്ടാവും. ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രശ്നം. ഒന്ന്, ഫാമിലി ലൈഫിൽ തെറ്റിദ്ധാരണ, അപവാദം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം വീട് മാറണോ വേണ്ടയോ, ഞാൻ മാറണോ നീ മാറണോ എന്നുള്ള രീതിയിൽ വരെ ചിന്താകുഴപ്പമുണ്ടാവും. ഡിവോഴ്സിൻ്റെ പ്രശ്നമല്ല, പക്ഷെ ഇവിടെ ബന്ധു വഴിയുള്ള ശത്രുവും പുറത്തുള്ള ശത്രുക്കളുടെയും ചില എതിർപ്പും പാരവയ്പ്പും അല്ലെങ്കിൽ അസൂയ എന്ന് വേണേൽ പറയാം, അതുകൊണ്ട് അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഗൃഹത്തിനകത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പേര് 4 മക്കൾ ഒരു കോണിൽ, ഭാര്യ ഒരു കോണിൽ, നമ്മളൊരു കോണിൽ, അമ്മ ഒരു കോണിൽ, ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. എല്ലാവരും മൊബൈലിലും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ചാറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ സമയം പാഴായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുംബ പ്രശ്നത്തിന് നിയതി നിത്യകർമ്മ ഭാവുക യോഗം എന്ന് പറയും. അതുണ്ടാകണം. ഭഗവതി സേവ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ വക ദോഷങ്ങളും അനർത്ഥങ്ങളും മൂദേവി വാസങ്ങളും പൂർണ്ണമായിട്ട് ഒഴിവാക്കിയെടുക്കാൻ ശ്രീ ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുന്നത് ഉചിതമായിട്ട് സമയം. ഉത്രാടത്തിന് മുക്കാൽ തിരുവോണം അവിട്ടത്തരം മകരരാശി. ഭഗവതി കടാക്ഷം ഗുണകരമായിട്ട് അനുകൂലമായിട്ട് കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി നല്ല ബന്ധം നടക്കാനും ഈശ്വരാധീനവും കാണുന്നുണ്ട്. ഇവിടെ ശുഭകരമായിട്ടുള്ള ദിവസങ്ങൾ വ്യാഴം തിങ്കളാണ്. നല്ല കാര്യങ്ങൾ ചെയ്യാനും ചില തുടക്കങ്ങൾ കുറിക്കാനും എല്ലാം വ്യാഴവും തിങ്കളും സമയമാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാമ്പത്തിക കാര്യത്തിൽ ജാമ്യം നിൽക്കുക, മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ലാത്ത പൊല്ലാപ്പും ബുദ്ധിമുട്ടും നഷ്ടവും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതോടൊപ്പം കുടുംബ കോടതിയിലുമായിട്ട് നിൽക്കുന്ന ചില തർക്കങ്ങൾ, പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിച്ച് ന്യായമായിട്ടുള്ള രീതിയിൽ, അത് പിരിയാനായിരുന്നാലും ഏത് തരത്തിലായിരുന്നാലും അവരവരുടെ ജീവിതത്തിൽ വേറൊരു വഴിത്തിരിവിലേക്ക് പോകാൻ സാധിക്കാത്ത രീതിയിലുള്ള കോടതി വ്യവഹാരങ്ങൾ പര്യവസാനിക്കാനുള്ള ചില ചർച്ചകൾ അത് 2 തവണയായിട്ട് വേണ്ടി വരും. അത് വക്കീലും കൂടെ ഇൻവോൾവ് ആയി ചെയ്താൽ കാര്യങ്ങൾ വ്യക്തതയും ഗുണപ്രദമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിട്ടത്തര ചതയം പൊരുരുട്ടാതെ മുക്കാൽ കുംഭരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നുണ്ട്. കുടുംബത്തിലെ യോഗീശ്വര മന്ത്രമൂർത്തി സ്ഥാനങ്ങളെ രുദ്രാക്ഷം, പീഠം, പെരമ്പ് ഇത്യാദികൾ വെച്ചാരാധിച്ച് അനുഗ്രഹിച്ച് തുണയായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രായശ്ചിത്ത പരിഹാരങ്ങൾ ചെയ്താൽ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള ചില ദോഷങ്ങൾ ഒഴിവാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം സഹായിക്കും. അപ്പം അതിൽ പ്രായശ്ചിത്തനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്വസ്തി കവച പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യും, സ്ഥലരക്ഷ ഗൃഹസ്ഥാനത്ത് സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. നല്ല രീതിയിൽ പഠിക്കുന്നു, പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലെത്തുന്നില്ല. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസൽ നിരന്തരം വരുന്നു, പക്ഷെ ഒന്നും അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല, നടക്കുന്നില്ല. പിന്നെ സന്താന ഭാഗ്യയോഗം 2 തവണ അനുകൂലമായി ഡേറ്റ് മാറി, പക്ഷെ അതൊന്നും ഉറയ്ക്കുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ഈ സങ്കടകരമായിട്ടുള്ള നിൽക്കുന്ന ഫാമിലിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഭാഗ്യസൂക്ത ഉപചാര പീഠപൂജ ചെയ്ത് അമൃത തൃശൂലിലേക്ക് അപചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കണം. ഈ വക പ്രശ്നങ്ങൾ കണ്ട് അല്ലെങ്കിൽ അനുഭവിച്ച് ഉഴലുന്നവരെ സംബന്ധിച്ചോളം വളരെ ആശ്വാസമായിട്ടുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട്. പൊരുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി. ദൈവാധീനം ഗുണകരമായിട്ട് തന്നെയാണ്. ഇവിടെ പ്രകൃത്യാനാം ഭാവുക സ്ഥാന അധിപതയം സർവം വീക്ഷിതാപം ശുഭീഷം. പാർട്ട്ണർഷിപ്പിലേക്ക് നല്ല ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റിയ സമയമാണ്. പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തേടി അനുകൂലമായിട്ട് മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. ബിസിനസ് ആയിരുന്നാലും വേറെ ഏത് മേഖലയായിരുന്നാലും. ഫോഴ്സിൽ വയ്ക്കുന്നവർ, മിലിറ്ററി അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ചില പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും വരാനും അത് മറികടക്കാനും ഈശ്വരാധീനം കാണുന്നുണ്ട്. സിനിമ സീരിയൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് വളരെ നല്ല മെച്ചമായിട്ടുള്ള പ്രോജക്റ്റും പ്രോബ്ലങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള വഴിയും അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ ശരിയായിട്ടുള്ള രീതിയിലേ നടത്താൻ പാടുള്ളൂ. അതായത് രേഖാമൂലമുള്ള എഗ്രിമെന്റ് മറ്റു കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച. എല്ലാവർക്കും നമസ്കാരം.
where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.